ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കലാ, സംസ്കാരം, കായികം, സാഹിത്യം എന്നീ ഭാഗത്തു നിന്നുള്ള PSC ചോദ്യങ്ങളാണ്. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ഭാഗം കലാ, സാഹിത്യം, കായികം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. കലാ, കായികം, സാഹിത്യം എന്ന് പറയുന്ന ഇതിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് വൈസ് ആയിട്ട് PYQ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ഓരോ ടോപ്പിക്ക്, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഇപ്പോൾ കേരള ഹിസ്റ്ററി PYQ അങ്ങനെ നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓരോ എക്സാമിന് മുമ്പായിട്ട് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഡിസ്കഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബാസ്കറ്റ് ബോൾ ഇതിഹാസം കോബി ബ്രയൻ്റ് ഏത് ടീമിന് വേണ്ടിയാണ് തൻ്റെ മുഴുവൻ കരിയറും കളിച്ചത്? ഇതാണ് ക്വസ്റ്റ്യൻ. ബാസ്കറ്റ് ബോൾ ഇതിഹാസം കോബി ബ്രയൻ്റ് ഏത് ടീമിന് വേണ്ടിയാണ് തൻ്റെ മുഴുവൻ കരിയറും കളിച്ചത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ലോസ് ആഞ്ചലസ് ലേക്കേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഒളിമ്പിക്സിൽ തന്നെ 8 സ്വർണ്ണ മെഡലുകൾ നേടി റെക്കോർഡ് സ്ഥാപിച്ച നീന്തൽ താരം ആരാണ്? ഒരു ഒളിമ്പിക്സിൽ തന്നെ 8 സ്വർണ്ണ മെഡലുകൾ നേടി റെക്കോർഡ് സ്ഥാപിച്ച നീന്തൽ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മൈക്കൽ ഫെൽപ്സ്. വനിതാ ടെന്നീസിൽ ഗോൾഡൻ സ്ലാം 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഒരു ഒളിമ്പിക് സ്വർണവും ഒരേ വർഷം നേടിയ ഏക താരം ആരാണ്? വനിതാ ടെന്നീസിൽ ഗോൾഡൻ സ്ലാം അല്ലെങ്കിൽ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഒരു ഒളിമ്പിക് സ്വർണവും ഒരേ വർഷം നേടിയ ഏക താരം ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്, സ്റ്റെഫി ഗ്രാഫ്. താഴെ പറയുന്നവരിൽ സ്ക്വാഷ് എന്ന കായിക ഇനവുമായി ബന്ധമില്ലാത്ത താരം ആര്? സ്ക്വാഷ് എന്ന കായിക ഇനവുമായി ബന്ധമില്ലാത്ത താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രണതി നായക്. അപ്പോൾ ബന്ധമുള്ളവർ ആരൊക്കെയാണ്? സൗരവ് ഘോഷാൽ, ദീപിക പള്ളിക്കൽ, ജോഷ്ന ചിന്നപ്പ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തവയിൽ പൊരുത്തമില്ലാത്ത ജോഡി കണ്ടെത്തുക. സിമോൺ ബൈൽസ് ജിംനാസ്റ്റിക്സ്, ടൈഗർ വുഡ്സ് ഗോൾഫ്, മിക്കായൽ താൽ ടെന്നീസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മിക്കായൽ താൽ ടെന്നീസ് ആണ്. അതാണ് തെറ്റായിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്യൂജിലിസ്റ്റ് എന്ന പദം താഴെ പറയുന്ന ഏത് കായിക താരങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്? പ്യൂജിലിസ്റ്റ് എന്ന പദം താഴെ പറയുന്ന ഏത് കായിക താരങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബോക്സിംഗ് താരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യാന്തര ടേബിൾ ടെന്നീസിൽ പുരുഷന്മാരുടെ ലോക ടീം ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? രാജ്യാന്തര ടേബിൾ ടെന്നീസിൽ പുരുഷന്മാരുടെ ലോക ടീം ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്വാത്ലിംഗ് കപ്പ്. 2004-ലും 2008-ലും ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായിരുന്ന റഷ്യൻ കായിക താരം യെലേന ഇസിൻബയേവ ഏത് കായിക ഇനത്തിലെ ലോക ചാമ്പ്യനായിരുന്നു? 2004-ലും 2008-ലും ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായിരുന്ന റഷ്യൻ കായിക താരം യെലേന ഇസിൻബയേവ ഏത് കായിക ഇനത്തിലെ ലോക ചാമ്പ്യനായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, പോൾ വാൾട്ട്. ദ ഫ്ലൈയിങ് ഫിന്ന് എന്നറിയപ്പെടുന്ന ഒളിമ്പിക്സിൽ 9 സ്വർണ്ണ മെഡലുകൾ നേടിയ ഇതിഹാസ ദീർഘദൂര ഓട്ടക്കാരൻ ആര്? ദ ഫ്ലൈയിങ് ഫിന്ന് എന്നറിയപ്പെടുന്ന ഒളിമ്പിക്സിൽ 9 സ്വർണ്ണ മെഡലുകൾ നേടിയ ഇതിഹാസ ദീർഘദൂര ഓട്ടക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, പാവോ നൂർമി. ബെർഡി, ആൽബട്രോസ്, ഈഗിൾ എന്നീ പദങ്ങൾ ഏത് കായിക ഇനത്തിലാണ് ഉപയോഗിക്കുന്നത്?
ബർഡി, ആൽബട്രോസ്, ഈഗിൾ എന്നീ പദങ്ങൾ ഏത് കായിക ഇനത്തിലാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ഗോൾഫ്. ചുവടെ കൊടുത്തവയിൽ 2026 T20 ലോകകപ്പിൽ പങ്കെടുക്കാത്ത രാജ്യം ഏതാണ്? 2026 T20 ലോകകപ്പിൽ പങ്കെടുക്കാത്ത രാജ്യം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബംഗ്ലാദേശ്. ജിംനാസ്റ്റിക്സ് രംഗത്തെ ഇതിഹാസമായ സിമോൺ ബൈൽസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? സിമോൺ ബൈൽസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മാനസികാരോഗ്യം മുൻനിർത്തി ടോക്കിയോ ഒളിമ്പിക്സിലെ ചില ഇനങ്ങളിൽ നിന്നും പിന്മാറിയത് വലിയ വാർത്തയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ് സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കായിക രംഗത്തെ ഓസ്കാർ എന്നാണ് ഈ അവാർഡ് അറിയപ്പെടുന്നത്. ഈ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ കായിക താരമാണ് വിനേഷ് ഫോഗട്ട്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ലോറസ് സ്പോർട്ടിംഗ് മൊമെൻ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ലോറസ് സ്പോർട്ടിംഗ് മൊമെൻ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. കായിക രംഗത്തെ ഓസ്കാർ എന്നാണ് ഈ അവാർഡ് അറിയപ്പെടുന്നത്. ഈ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ കായിക താരമാണ് വിനേഷ് ഫോഗട്ട്. ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡിന് സച്ചിൻ ടെണ്ടുൽക്കർക്ക് ലോറസ് സ്പോർട്ടിംഗ് മൊമെൻ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരാലിമ്പിക്സിനെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1960 റോമിലാണ് ആദ്യത്തെ ഔദ്യോഗിക പാരാലിമ്പിക്സ് നടന്നത്. അത് ശരിയാണ്. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി തന്നെയാണ് പാരാലിമ്പിക്സും സംഘടിപ്പിക്കുന്നത്. തെറ്റാണ്. പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയത് മുരളീകാന്ത് പേക്കറാണ്. അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒളിമ്പിക് ഡിപ്ലോമ എന്നാൽ എന്ത്? ഒളിമ്പിക് ഡിപ്ലോമ എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ ബി. ആദ്യ 8 സ്ഥാനങ്ങളിൽ എത്തുന്ന കായിക താരങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഒളിമ്പിക് ഡിപ്ലോമ. നെക്സ്റ്റ്. രാജ്യാന്തര തലത്തിലുള്ള ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെൻറ്റുകളെ ഒരു കലണ്ടർ വർഷത്തിൽ അവ നടക്കുന്നതിനനുസരിച്ച് ക്രമീകരിച്ചാൽ ഏതാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ എ. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. ഇവയിൽ ഏത് ഇനത്തിലെ പ്രകടനമാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. ഇവയിൽ ഏത് ഇനത്തിലെ പ്രകടനമാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പർവ്വതാരോഹണം. തന്നിരിക്കുന്നവയിൽ ഏതാണ് സ്പോർട്സ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് പീസ് എന്ന ആശയത്തിന് കീഴിൽ വരുന്നത്? കായിക രംഗത്തെ ലാഭമുണ്ടാക്കുന്ന ബിസിനസ്സായി മാറ്റുക, സംഘർഷ മേഖലകളിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും സാമൂഹിക മാറ്റത്തിനുമായി കായിക വിനോദങ്ങളെ ഉപയോഗപ്പെടുത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സംഘർഷ മേഖലകളിൽ സമാധാനം സ്ഥാപിക്കുന്നതിനും സാമൂഹിക മാറ്റത്തിനുമായി കായിക വിനോദങ്ങളെ ഉപയോഗപ്പെടുത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2013 ജൂൺ മാസത്തിൽ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ബുധനിലെ ഒരു ഗർത്തത്തിന് ഏത് ഇന്ത്യൻ ചിത്രകാരൻ്റെ പേരാണ് നൽകിയത്? 2013 ജൂൺ മാസത്തിൽ ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ബുധനിലെ ഒരു ഗർത്തത്തിന് ഏത് ഇന്ത്യൻ ചിത്രകാരൻ്റെ പേരാണ് നൽകിയത്? ആൻസർ ഓപ്ഷൻ സി ആണ്, രാജാ രവിവർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന KCS പണിക്കരുടെ ചിത്രങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? KCS പണിക്കരുടെ ചിത്രങ്ങളിൽ ഉൾപ്പെടാത്തത്. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവാണ് KCS പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മരിക്കുന്ന പക്ഷി വരുന്നില്ല, ആൾക്കൂട്ടത്തിലെ ക്രിസ്തു, നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, ചുവപ്പ് നിറമുള്ള മുറിയൊക്കെ KCS പണിക്കരുടെ ചിത്രങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ തനത് സംഗീത ശൈലിയായ സോപാന സംഗീതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന പ്രധാന സംഗീതോപകരണം ഏതാണ്? സോപാന സംഗീതത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇടയ്ക്ക.
തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ ഓച്ചിറ കളി നടക്കുന്നത് ഏത് മലയാള മാസത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി മിഥുനം. ഏഴര പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്നത് ഏത് ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ്? ഏഴര പൊന്നാന. ആൻസർ ഓപ്ഷൻ ബി ആണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ കെട്ടുകാഴ്ച എന്ന ചടങ്ങ് ഏത് ഉത്സവത്തോടനുബന്ധിച്ചാണ് പ്രധാനമായും നടക്കുന്നത്? കെട്ടുകാഴ്ച. ആൻസർ ഓപ്ഷൻ എ ചെട്ടികുളങ്ങര ഭരണി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ സി ബാവലിപ്പുഴ. കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള വിശ്വപ്രസിദ്ധമായ കാവുതീണ്ടൽ ചടങ്ങ് മീനമാസത്തിലെ ഏത് നാളിലാണ് നടക്കുന്നത്? കാവുതീണ്ടൽ ചടങ്ങ്. ആൻസർ ഓപ്ഷൻ ബി ആണ് അശ്വതി. താഴെ പറയുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളെ അവയുടെ ആസ്ഥാനങ്ങളുമായി ശരിയായി ജോഡി ചേർക്കുക. കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂർ, കേരള ലളിതകലാ അക്കാദമി തൃശ്ശൂർ, കേരള ഫോക്കുലർ അക്കാദമി കണ്ണൂർ ചിറക്കൽ, ഗുരു ഗോപിനാഥ് നടന ഗ്രാമം തിരുവനന്തപുരം വട്ടിയൂർക്കാവ്. ഇതിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂർ ശരിയാണ്. കേരള ലളിതകലാ അക്കാദമി തൃശ്ശൂരാണ്. കേരള ഫോക്കുലർ അക്കാദമി കണ്ണൂർ ചിറക്കൽ, ഗുരു ഗോപിനാഥ് നടന ഗ്രാമം തിരുവനന്തപുരം വട്ടിയൂർക്കാവ്. ഇവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയാണ് ചോദിക്കുന്നത്. 1968 തിരുവനന്തപുരം ആസ്ഥാനമായാണ് ഇത് സ്ഥാപിതമായത്. NV കൃഷ്ണ വാര്യർ ആയിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. 1968 തിരുവനന്തപുരം ആസ്ഥാനമായാണ് ഇത് സ്ഥാപിതമായത്. NV കൃഷ്ണ വാര്യർ ആയിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1956 ഒക്ടോബർ 15 മുൻ തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവനന്തപുരത്ത് വെച്ചാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ശരിയാണ്. 1959 മാർച്ചിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റി. തെറ്റാണ്. കേരള സർക്കാർ അക്കാദമിക്ക് ആവശ്യമായ ധനസഹായവും പിന്തുണയും നൽകുന്നുണ്ടെങ്കിലും അക്കാദമിയുടെ ഭരണം അതിൻ്റെ ഭരണഘടനയനുസരിച്ച് സ്വയം ഭരണാധികാരമുള്ളതാണ്. അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രം ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് വിഖ്യാത മലയാളിയുടെ മകനായിരുന്നു കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ? ആൻസർ ഓപ്ഷൻ ബി ആണ്. രാജാ രവിവർമ്മയുടെ മകനായിരുന്നു കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. തുള്ളൽ കലയുടെ ഉപജ്ഞാതാവായ കുഞ്ഞൻ നമ്പ്യാർ ആദ്യമായി കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലിൽ അവതരിപ്പിച്ചത് ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിലെ പുരാതനമായ കപ്പൽ നിർമ്മാണ കേന്ദ്രമായ ബേപ്പൂരിൽ നിർമ്മിക്കുന്ന പായ്ക്കപ്പലുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഉരു. വെള്ളാട്ടം എന്നത് ഇവയിൽ ഏത് കലാരൂപത്തിൻ്റെ മുന്നോടിയായാണ് നടക്കുന്നത്? വെള്ളാട്ടം. ആൻസർ ഓപ്ഷൻ സി ആണ്. തെയ്യം. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത നർത്തകി ആരാണ്? മോഹിനിയാട്ടത്തിൻ്റെ മാതാവ്. ആൻസർ ഓപ്ഷൻ എ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന മാസിക? ആൻസർ ഓപ്ഷൻ എ ആണ് വിജ്ഞാന കൈരളി. ചുവടെ നൽകിയവരിൽ നിരണം കവികളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി കൃഷ്ണപ്പണിക്കർ ആണ് വരാത്തത്. മാധവ പണിക്കർ, രാമപണിക്കർ, ശങ്കര പണിക്കറൊക്കെയാണ് നിരണം കവികൾ. നെക്സ്റ്റ്. 1973 തനിക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നിരസിച്ച സാഹിത്യകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ടി പത്മനാഭൻ. കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്ന് മാത്രം. ഏത് പ്രശസ്ത കൃതിയുടെ ആമുഖത്തിലാണ്
ഈ വാക്യം കാണാൻ സാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഖസാക്കിൻ്റെ ഇതിഹാസം. പുരശ്ചാന്തരങ്ങളിലൂടെ എന്ന സഞ്ചാര സാഹിത്യ കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, വയലാർ രാമവർമ്മ. ജി ശങ്കരക്കുറുപ്പിന് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഏത് കൃതിയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ സി, വിശ്വദർശനം. ദേശീയ പുരസ്കാരം നേടിയ നിർമാല്യം എന്ന മലയാള ചലച്ചിത്രം എം ടി വാസുദേവൻ നായരുടെ ഏത് കഥയെ ആസ്പദമാക്കിയുള്ളതാണ്? നിർമാല്യം എം ടി വാസുദേവൻ നായരുടെ. ആൻസർ ഓപ്ഷൻ എ ആണ്, പള്ളിവാളും കാൽച്ചിലമ്പും. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. ആരുടേതാണ് ഈ വരികൾ? ആൻസർ ഓപ്ഷൻ ബി ആണ്, വെള്ളത്തോൾ നാരായണ മേനോൻ. സി രാധാകൃഷ്ണൻ രചിച്ച തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവൽ ആരുടെ ജീവിതത്തെ ആധാരമാക്കിയിട്ടുള്ളതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എഴുത്തച്ഛൻ. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മശ്രീ ആദ്യമായി ലഭിച്ച മലയാള നടൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, തിക്കുറിശി സുകുമാരൻ നായർ. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? കേരള കേസരി ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, അതാണ് തെറ്റായിട്ട് വരുന്നത്. കേരള ദീപിക തോമസ് ജി സിറിയക്ക്. പ്രഭാതം EMS നമ്പൂതിരിപ്പാട്. ദേശാഭിമാനി MS ദേവദാസ്. നെക്സ്റ്റ്, സേതുവിൻ്റെ പാണ്ഡവപുരം എന്ന നോവലിലെ പ്രധാന സ്ത്രീ കഥാപാത്രം ആര്? ആൻസർ ഓപ്ഷൻ ബി, ദേവി. വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകളിൽ തെറ്റായ പ്രസ്താവന ഏത്? 1977 വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. ശരിയാണ്. വയലാർ അവാർഡ് നേടുന്ന രണ്ടാമത്തെ വനിതാ സുഗതകുമാരിയാണ്. ഈ അവാർഡ് നേടിയ ആദ്യ കൃതി അഗ്നിസാക്ഷിയാണ്. അതും ശരിയാണ്. വയലാർ അവാർഡ് തുക നിലവിൽ 2 ലക്ഷം രൂപയാണ്. അതാണ് തെറ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത്? രാഷ്ട്രീയ നാടകം. ആൻസർ ഓപ്ഷൻ സി ആണ്, പാട്ടബാക്കി. രണ്ടാം മൂഴം എന്ന നോവലിൽ MT വാസുദേവൻ നായർ സ്വീകരിച്ചിട്ടുള്ള ഇതിവൃത്തം ഏത് പുരാണ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി, മഹാഭാരതം. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ നിർമ്മിച്ചത് JC ഡാനിയേലാണ്. ഈ സിനിമ പ്രദർശിപ്പിച്ച തിരുവനന്തപുരത്തെ തിയേറ്റർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കാപ്പിറ്റോൾ തിയേറ്റർ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഇത് സംവിധാനം ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജിജോ പുന്നൂസ്. 1982 പുറത്തിറങ്ങിയ പടയോട്ടം എന്ന സിനിമയുടെ സാങ്കേതികമായ പ്രത്യേകത എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ആദ്യത്തെ 7mm ചിത്രം. മലയാളത്തിലെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ആദ്യത്തെ ദേശീയ പുരസ്കാരം നേടിയ പുസ്തകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ചലച്ചിത്ര സമീക്ഷ. 4 തവണ മികച്ച ഛായാഗ്രഹകനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഒരേയൊരു മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സന്തോഷ് ശിവൻ. ചുവടെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജ്ഞാനാംബിക മുതുകുളം രാഘവൻ പിള്ള. അതാണ് തെറ്റായിട്ട് വരുന്നത്. വിഗതകുമാരൻ JC ഡാനിയേൽ ശരിയാണ്. ബാലൻ S നൊട്ടാണി. ന്യൂസ് പേപ്പർ ബോയ് P രാംദാസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.